ഇത് നമുക്കൊരു ഫ്ലോറൽ പാറ്റേണിലുള്ള ഒരു ആർട്ട് ചെയ്താലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു വരയ്ക്കാനുള്ള പേപ്പറിൽ ഒരു സ്ക്വയർ ബോക്സ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ബോക്സ് വരച്ച് അതിനൊന്ന് ബോർഡർ കൊടുത്തിട്ട് നമുക്ക് കുറച്ചധികം സർക്കിൾസ് വരയ്ക്കണം. അപ്പം അതിന് ഞാൻ സർക്കിൾസൊക്കെ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സംഭവം. എൻ്റെ പേര് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ഒരു കുറച്ചധികം സർക്കിൾസ് വരയ്ക്കണം. അതിനകത്ത് പല സൈസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. തീരെ ചെറുത് വരയ്ക്കണ്ട, കുറച്ചൊരു ഇത് വേണം കേട്ടോ. അപ്പം പല സൈസിൽ കുറച്ച് വീതിയുള്ള ഒരു സർക്കിൾസ്, കുറച്ച് വ്യാസമുള്ള സർക്കിൾസ് വരയ്ക്കുക. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സർക്കിൾസിൻ്റെ എല്ലാം സെൻറ്റർ പോയിൻ്റ് ചെയ്ത് വെക്കുക. സർക്കിൾസിൻ്റെ എല്ലാം ഏകദേശം ഒരു സെൻറ്റർ പോയിൻ്റ് കാണുമല്ലോ. അപ്പോൾ അതൊന്ന് പോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ആ സർക്കിൾസിൻ്റെ അറ്റത്തേക്ക് ലൈൻസ് വരയ്ക്കുക. കുറച്ച് ഗ്യാപ്പ് വേണം. നമ്മളൊരു പെറ്റൽസ് വരയ്ക്കാവുന്ന രീതിയിലാണ് നമ്മളത് എടുക്കുന്നത്. അതിന് വേണ്ടിയുള്ളൊരു ഡിവിഷനാണ് അവിടെ ലൈൻസ് വരയ്ക്കുന്നത്. അപ്പം ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണം, ഒത്തിരി ഗ്യാപ്പ് വേണമെന്നില്ല, നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ച്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സർക്കിൾസൊക്കെ വരയ്ക്കാണ്ട് ഇതൊക്കെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ, പെറ്റൽസൊക്കെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അപ്പം ഞാനിവിടെ കുറച്ച് തെറ്റും എന്നുള്ളൊരു പേടിയൊക്കെ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഈ സർക്കിൾസൊക്കെ വരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പം സർക്കിൾസ് വരച്ചു അതിന് ശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിച്ചു. ദെൻ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ആ സർക്കിൾസിൻ്റെ എഡ്ജിലോട്ട് എന്ത് ചെയ്തു, ലൈൻസ് വരച്ചു, കുറച്ചധികം ലൈൻസ് വരച്ചു. എന്നിട്ട് നമുക്ക് ഈ ലൈൻസ് എല്ലാം വരച്ച് കഴിഞ്ഞതിന് ശേഷം ആ ലൈൻസിൻ്റെ അറ്റം തമ്മിൽ ഇങ്ങനെ വളച്ച് ഒരു കർവേച്ചർ പോലെ ഒരു ആർക്കിൻ്റെയൊക്കെ രൂപത്തിൽ ഇങ്ങനെ വളച്ച് കണക്ട് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ എങ്ങനെയാണോ ഈ പടത്തിൽ വരയ്ക്കുന്നത് അതുപോലെ ഇങ്ങനെ വളച്ച് ഒരു ഇതളിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടണം സംഭവം. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. അതിൻ്റെ അറ്റം ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ വളച്ച് കണക്ട് ചെയ്ത് പോകുക. അപ്പോൾ നമുക്കൊരു പൂവിൻ്റെ ഇതൾ പോലെ നമുക്കതെല്ലാം ഡിവിഷൻ നന്നായിട്ട് ചെയ്ത് കിട്ടും. ഈ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആ പൂവിൻ്റെ സെൻറ്റർ പാർട്ട് ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് കറുപ്പിച്ചൊരു സർക്കിൾ ഷേപ്പിൽ നന്നായിട്ടൊന്ന് അതിൻ്റെ സെൻറ്റർ ഒന്ന് കറുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം വരയ്ക്കാനായിട്ട് ഞാൻ ബ്ലാക്ക് ജെൽ പെന്നാണ് യൂസ് ചെയ്തത്. ഇത് കറുപ്പിച്ചതിന് ശേഷം ഇനി ആ പൂവിൻ്റെ ഇതളുണ്ടല്ലോ അതിന് നമുക്ക് കളർ കൊടുക്കാം. അതിന് ഇവിടെ ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് യെല്ലോ കളറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ കളർ കൊടുക്കാനായിട്ട്. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ പൂക്കളും അതേ കളർ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാം. ഞാനിവിടെ എല്ലാം യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് ആ എക്സസ് ഭാഗം ഉണ്ടല്ലോ, ബാക്കി ആ കളർ അടിക്കാത്ത ഭാഗം അവിടെ നമ്മൾക്ക് ഫുള്ള് ബ്ലാക്ക് കളർ കൊണ്ട് ഫില്ല് ചെയ്യാം. ഈ ബ്ലാക്ക് കളർ കൊണ്ട് ഫില്ല് ചെയ്യാനും ഞാൻ യൂസ് ചെയ്തത് ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ്. അപ്പോൾ വരയ്ക്കാൻ മാത്രമാണ് ജെൽ പെന യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി കളറിങ്ങിനൊക്കെ ഞാൻ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡോംസിൻ്റെ ബ്രഷ് പെൻ ഏകദേശം 200 രൂപയാണെന്ന് തോന്നുന്നു ഒരു സെറ്റിൽ. പേസ്റ്റൽ കളേഴ്സും ഉണ്ട്, അല്ലാണ്ട് നമുക്ക് ഡാർക്കായിട്ടുള്ള കളേഴ്സും കിട്ടും. അപ്പോൾ അത് 2 സെറ്റായിട്ടാണ് കിട്ടുന്നത്. പേസ്റ്റൽ കളേഴ്സിൻ്റെ ഒരു സെറ്റ് അങ്ങനെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ, അല്ലാതെ ഒരുമിച്ച് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അതിനകത്ത് ഡാർക്ക് കളർ ഷെയ്ഡ്സാണ് കൊടുത്തിട്ടുള്ളത് പൂവിനും. അതുപോലെ തന്നെ ബ്ലാക്ക് കളറും ഡാർക്കിനകത്താണ് വരുന്നത്, ഡാർക്ക് ഷെയ്ഡ്സിനകത്താണ് വരുന്നത്. അപ്പോൾ അത് കളർ കൊടുത്തു. എന്നിട്ട് നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പൂവിൻ്റെ ഇതളൊന്നും കൂടെ ഞാൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ കളർ അടിക്കുമ്പോഴും വരയ്ക്കുമ്പോഴൊക്കെ അത് കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നില്ല, അതുകൊണ്ട് ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വരച്ച കറുത്ത നടുക്ക് ഭാഗമില്ലേ അതിൽ നിന്നും ഇങ്ങനെ ലൈൻസ് ഒരു കുഞ്ഞ് ലൈൻ വരച്ചിട്ട് 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പടം ഏകദേശം കംപ്ലീറ്റ് ആവും. പിന്നെ ഒന്നും കൂടെ ഒറിജിനാലിറ്റിക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഓരോ ഇതളിലും ഒന്നും കൂടെ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം ഇതേ കളർ കൊണ്ട് തന്നെ. വരച്ച് വന്നപ്പം ഞാനത് മറന്നുപോയി. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഡ്രോയിങ്സിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.